ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന മലയാളം സംസാരിച്ച് പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു ഭാഷയാണ്. എന്നാലും നമുക്കത് ഭംഗിയായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഇതുപോലെ സംസാരിക്കാൻ പറ്റാത്തത്? മലയാളത്തിൽ നമ്മളൊരു സെന്റൻസ് പറയുന്ന രീതിയിലല്ല ഇംഗ്ലീഷിലൊരു സെന്റൻസ് പറയുന്നത്. സെന്റൻസ് സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ള ഈ ഒരു സീരീസിൽ നമ്മൾ ഒരുപാട് സ്റ്റോറീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് നമുക്ക് സെന്റൻസ് സ്ട്രക്ചർ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ പഠിക്കുന്ന ഓരോ പുതിയ വാക്കുകളും സ്റ്റോറി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് ഓർത്ത് വെക്കാനായിട്ടും എളുപ്പമാണ്. പിന്നെ കഥ കേൾക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സമയം ഇതിൽ ശ്രദ്ധിച്ചിരിക്കാനും പറ്റും. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു സ്റ്റോറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇന്നത്തെ കഥ കേട്ട് നോക്കാം. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ സ്റ്റോറിയുടെ പേര് ദ മാജിക് ഓഫ് ദ ബനാന ലീഫ്. വാഴയിലയുടെ മാജിക് അല്ലെങ്കിൽ വാഴയിലയുടെ മാന്ത്രികത. ബനാന ലീഫ് എന്ന് പറഞ്ഞാൽ വാഴയില, മാജിക് മാന്ത്രികത അല്ലെങ്കിൽ അത്ഭുതം. ദ മാജിക് ഓഫ് ദ ബനാന ലീഫ്, വാഴയിലയുടെ മാന്ത്രികത. ലിറ്റിൽ രാഹുൽ വാസ് നെർവസ്. ഇറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ടൈം ഹെൽപ്പിംഗ് ഹിസ് ഗ്രാൻഡ് മദർ പ്രിപ്പയർ ദ മാസീവ് ഫീസ്റ്റ് ഫോർ ദ വില്ലേജ് ഫെസ്റ്റിവൽ. കുഞ്ഞു രാഹുൽ പരിഭ്രമത്തിലായിരുന്നു. ഗ്രാമത്തിലെ ഉത്സവത്തിനായുള്ള വലിയ വിരുന്നൊരുക്കാൻ മുത്തശ്ശിയെ സഹായിക്കുന്നത് ഇതാദ്യമായിരുന്നു. ലിറ്റിൽ രാഹുൽ, ലിറ്റിൽ എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ലിറ്റിൽ രാഹുൽ, കുഞ്ഞു രാഹുൽ, അതായത് ചെറിയ കുട്ടി എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ലിറ്റിൽ രാഹുൽ, കൊച്ചു രാഹുൽ അല്ലെങ്കിൽ കുഞ്ഞു രാഹുൽ. വാസ് നെർവസ്. നെർവസ് എന്ന് വെച്ചാൽ പരിഭ്രമം, പേടി, വെപ്രാളം, ഇതൊക്കെയാണ് അർത്ഥം. അതായത് ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു തരം പേടി. വാസ് യൂസ് ചെയ്യുന്നത് ആയിരുന്നു എന്ന് പറയാനായിട്ടാണ്. വാസ് നെർവസ്, പരിഭ്രമത്തിലായിരുന്നു. ലിറ്റിൽ രാഹുൽ വാസ് നെർവസ്, കുഞ്ഞു രാഹുൽ പരിഭ്രമത്തിലായിരുന്നു. ഇറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ടൈം ഹെൽപ്പിംഗ് ഹിസ് ഗ്രാൻഡ് മദർ. ഇറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം എന്ന് വെച്ചാൽ ആദ്യമായി. ഇറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ടൈം, അതവൻ്റെ ആദ്യ തവണയായിരുന്നു. ഹെൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നത്. ഹിസ് ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് മദർ മുത്തശ്ശി അല്ലെങ്കിൽ അമ്മൂമ്മ. ഹിസ് ഗ്രാൻഡ് മദർ, അവൻ്റെ മുത്തശ്ശി. ഇറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ടൈം ഹെൽപ്പിംഗ് ഹിസ് ഗ്രാൻഡ് മദർ. അവൻ മുത്തശ്ശിയെ സഹായിക്കുന്നത് ഇതാദ്യമായിരുന്നു. എന്തിനു വേണ്ടിയാണ് സഹായിക്കുന്നത്? പ്രിപ്പയർ ദ മാസീവ് ഫീസ്റ്റ് ഫോർ ദ വില്ലേജ് ഫെസ്റ്റിവൽ. പ്രിപ്പയർ എന്ന് പറഞ്ഞാൽ തയ്യാറാക്കുക. മാസീവ് എന്ന് വെച്ചാൽ വലിയ അല്ലെങ്കിൽ വളരെ വലിയ, ബൃഹത്തായ, ഗംഭീരമായ, ഇതൊക്കെയാണ് അർത്ഥം. ഫീസ്റ്റ് സദ്യ. അപ്പം മാസീവ് ഫീസ്റ്റ് എന്ന് വെച്ചാൽ വലിയ സദ്യ അല്ലെങ്കിൽ വലിയ വിരുന്ന്. പ്രിപ്പയർ ദ മാസീവ് ഫീസ്റ്റ് എന്ന് വെച്ചാൽ വലിയ വിരുന്നൊരുക്കുക. ഫോർ ദ വില്ലേജ് ഫെസ്റ്റിവൽ. വില്ലേജ് ഗ്രാമം, ഫെസ്റ്റിവൽ എന്ന് വെച്ചാൽ ആഘോഷം, ഉത്സവം, വിശേഷ ദിവസം, ഇതൊക്കെയാണ് അർത്ഥം. ഫോർ ദ വില്ലേജ് ഫെസ്റ്റിവൽ, ഗ്രാമോത്സവത്തിന് അല്ലെങ്കിൽ ഗ്രാമത്തിലെ ഉത്സവത്തിന്. ലിറ്റിൽ രാഹുൽ വാസ് നെർവസ്. ഇറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ടൈം ഹെൽപ്പിംഗ് ഹിസ് ഗ്രാൻഡ് മദർ പ്രിപ്പയർ ദ മാസീവ് ഫീസ്റ്റ് ഫോർ ദ വില്ലേജ് ഫെസ്റ്റിവൽ. കുഞ്ഞു രാഹുൽ പരിഭ്രമത്തിലായിരുന്നു. ഗ്രാമോത്സവത്തിനുള്ള വലിയ വിരുന്നൊരുക്കാൻ മുത്തശ്ശിയെ സഹായിക്കുന്നത് ഇതാദ്യമായിരുന്നു. ഗ്രാൻഡ് മദർ, ഹി ആസ്ക്ഡ്, ലുക്കിംഗ് അറ്റ് ദ പൈൽസ് ഓഫ് വെജിറ്റബിൾസ്, ഹൗ വിൽ വി മേക്ക് എവ്രി വൺ ഹാപ്പി വിത്ത് ജസ്റ്റ് വൺ മീൽ. മുത്തശ്ശി, പച്ചക്കറികളുടെ കൂമ്പാരം നോക്കി അവൻ ചോദിച്ചു, ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് നമുക്ക് എങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയും? ഗ്രാൻഡ് മദർ, മുത്തശ്ശി അല്ലെങ്കിൽ അമ്മൂമ്മേ. ഹി ആസ്ക്ഡ്, ആസ്ക് ചോദിക്കുക. ഹി ആസ്ക്ഡ്, അവൻ ചോദിച്ചു. എങ്ങനെയാണ് ചോദിച്ചത്? ലുക്കിംഗ് അറ്റ് ദ പൈൽസ് ഓഫ് വെജിറ്റബിൾസ്. പൈൽ എന്ന് പറഞ്ഞാൽ കൂമ്പാരം, അട്ടി അല്ലെങ്കിൽ കൂമ്പാരമാക്കുക, കുന്നുകൂട്ടുക, ഇതൊക്കെയാണ് അർത്ഥം. വെജിറ്റബിൾസ് പച്ചക്കറികൾ. അപ്പോൾ പൈൽസ് ഓഫ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ പച്ചക്കറികളുടെ കൂമ്പാരം അല്ലെങ്കിൽ പച്ചക്കറി കൂട്ടങ്ങൾ. അതായത് ധാരാളം പച്ചക്കറികൾ ഒരിടത്ത് കൂട്ടിയിരിക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പുസ്തക കൂമ്പാരങ്ങൾ എങ്ങനെ പറയാം? പൈൽസ് ഓഫ് ബുക്സ്. മണൽ കൂമ്പാരങ്ങൾ, പൈൽസ് ഓഫ് സാൻഡ്. വസ്ത്ര കൂമ്പാരങ്ങൾ, പൈൽസ് ഓഫ് ക്ലോത്ത്സ്. മാലിന്യ കൂമ്പാരങ്ങൾ, പൈൽസ് ഓഫ് ഗാർബേജ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലുക്കിംഗ് അറ്റ് ദ പൈൽസ് ഓഫ് വെജിറ്റബിൾസ്. ലുക്ക് നോക്കുക, ലുക്കിംഗ് അറ്റ് നോക്കിക്കൊണ്ട്. എന്ത് നോക്കിക്കൊണ്ട്? ദ പൈൽസ് ഓഫ് വെജിറ്റബിൾസ്, പച്ചക്കറി കൂട്ടങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറി കൂമ്പാരങ്ങൾ. ഗ്രാൻഡ് മദർ,
he asked, looking at the piles of vegetables. മുത്തശ്ശി പച്ചക്കറികളുടെ കൂമ്പാരം നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. എന്താ ചോദിച്ചത്? ഹൗ വിൽ വി മേക്ക് എവ്രി വൺ ഹാപ്പി വിത്ത് ജസ്റ്റ് വൺ മീൽ? ഹൗ എങ്ങനെ? മേക്ക് എവ്രി വൺ ഹാപ്പി എന്ന് വെച്ചാൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുക. മേക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ സന്തോഷിപ്പിക്കുക എന്നുള്ള ക്രിയയായിട്ടാണ് ഉപയോഗിക്കുന്നത്. എവ്രി വൺ എല്ലാവരെയും അല്ലെങ്കിൽ ഓരോരുത്തരെയും, ഹാപ്പി സന്തോഷം. മേക്ക് എവ്രി വൺ ഹാപ്പി എല്ലാവരെയും സന്തോഷിപ്പിക്കുക. ഹൗ വിൽ വി മേക്ക് എവ്രി വൺ ഹാപ്പി? നമ്മൾ എല്ലാവരെയും എങ്ങനെ സന്തോഷിപ്പിക്കും? വിത്ത് ജസ്റ്റ് വൺ മീൽ. ജസ്റ്റ് വെറും, മീൽ ഭക്ഷണം. ജസ്റ്റ് വൺ മീൽ വെറും ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഒരു വിരുന്ന്. വിത്ത് ജസ്റ്റ് വൺ മീൽ വെറും ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട്. ഹൗ വിൽ വി മേക്ക് എവ്രി വൺ ഹാപ്പി വിത്ത് ജസ്റ്റ് വൺ മീൽ? വെറും ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് നമുക്ക് എങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയും? ഗ്രാൻഡ് മദർ ഹി ആസ്ക്ഡ്, ലുക്കിംഗ് അറ്റ് ദ പൈൽസ് ഓഫ് വെജിറ്റബിൾസ്. ഹൗ വിൽ വി മേക്ക് എവ്രി വൺ ഹാപ്പി വിത്ത് ജസ്റ്റ് വൺ മീൽ? മുത്തശ്ശി പച്ചക്കറികളുടെ കൂമ്പാരം നോക്കി അവൻ ചോദിച്ചു, വെറും ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് നമുക്ക് എങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയും? ഹിസ് ഗ്രാൻഡ് മദർ സ്മൈൽഡ് ആൻഡ് ഹാൻഡഡ് ഹിം എ ഫ്രഷ് ഗ്രീൻ ബനാന ലീഫ്. എ സദ്യ ഈസ് ലൈക്ക് എ ഫാമിലി രാഹുൽ. എവ്രി ഡിഷ് ഹാസ് എ സ്പെഷ്യൽ പ്ലേസ്. അവൻ്റെ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് അവനൊരു പുതിയ പച്ച വാഴയില നൽകി. രാഹുൽ, ഒരു സദ്യ ഒരു കുടുംബം പോലെയാണ്. ഓരോ വിഭവത്തിനും അതിൻ്റേതായ പ്രത്യേക സ്ഥാനമുണ്ട്. ഹിസ് ഗ്രാൻഡ് മദർ സ്മൈൽഡ്. ഹിസ് ഗ്രാൻഡ് മദർ അവൻ്റെ മുത്തശ്ശി. സ്മൈൽഡ് പുഞ്ചിരിച്ചു. ഹിസ് ഗ്രാൻഡ് മദർ സ്മൈൽഡ് അവൻ്റെ മുത്തശ്ശി ചിരിച്ചു. ആൻഡ് ഹാൻഡഡ് ഹിം എ ഫ്രഷ് ഗ്രീൻ ബനാന ലീഫ്. ഹാൻഡ് കൈ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ കൊടുക്കുക, കൈമാറുക ഈ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാം. ഹാൻഡഡ് കൊടുത്തു അല്ലെങ്കിൽ നൽകി. ഹിം അവന്. ഹാൻഡഡ് ഹിം അവന് കൊടുത്തു അല്ലെങ്കിൽ അവന് നൽകി. എന്താ കൊടുത്തത്? എ ഫ്രഷ് ഗ്രീൻ ബനാന ലീഫ്. ഫ്രഷ് പുതിയ അല്ലെങ്കിൽ പുതുമയുള്ള, ഗ്രീൻ പച്ച, ബനാന ലീഫ് വാഴയില. എ ഫ്രഷ് ഗ്രീൻ ബനാന ലീഫ് ഒരു പുതിയ പച്ച വാഴയില. ഹിസ് ഗ്രാൻഡ് മദർ സ്മൈൽഡ് ആൻഡ് ഹാൻഡഡ് ഹിം എ ഫ്രഷ് ഗ്രീൻ ബനാന ലീഫ്. അവൻ്റെ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് അവനൊരു പുതിയ പച്ച വാഴയില നൽകി. എ സദ്യ ഈസ് ലൈക്ക് എ ഫാമിലി രാഹുൽ. എ സദ്യ ഒരു സദ്യ. ഈസ് ലൈക്ക്, ലൈക്ക് എന്ന് പറഞ്ഞാൽ പോലെ, അതുപോലുള്ള, ഒരേപോലെയുള്ള ഈ അർത്ഥത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പോലെ എന്നുള്ള അർത്ഥത്തിലാണ്. ഈസ് ലൈക്ക് പോലെയാണ്. എ ഫാമിലി ഒരു കുടുംബം. എ സദ്യ ഈസ് ലൈക്ക് എ ഫാമിലി ഒരു സദ്യ ഒരു കുടുംബം പോലെയാണ്. എവ്രി ഡിഷ് ഹാസ് എ സ്പെഷ്യൽ പ്ലേസ്. എവ്രി ഓരോ. ഡിഷ് എന്ന് പറഞ്ഞാൽ പാത്രം അല്ലെങ്കിൽ കിണ്ണം, ഇതിനൊക്കെ നമ്മൾ ഡിഷ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകതരം ഭക്ഷണം, വിഭവം, അതിനെ നമുക്ക് ഡിഷ് എന്ന് പറയാം. ഇവിടെ വിഭവം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എവ്രി ഡിഷ് ഓരോ വിഭവത്തിനും. ഹാസ് ഉണ്ട്. എ സ്പെഷ്യൽ, സ്പെഷ്യൽ പ്രത്യേക. എ സ്പെഷ്യൽ ഒരു പ്രത്യേക. പ്ലേസ് സ്ഥാനം അല്ലെങ്കിൽ സ്ഥലം. എവ്രി ഡിഷ് ഹാസ് എ സ്പെഷ്യൽ പ്ലേസ് ഓരോ വിഭവത്തിനും അതിൻ്റേതായ പ്രത്യേക സ്ഥാനമുണ്ട്. ഹിസ് ഗ്രാൻഡ് മദർ സ്മൈൽഡ് ആൻഡ് ഹാൻഡഡ് ഹിം എ ഫ്രഷ് ഗ്രീൻ ബനാന ലീഫ്. എ സദ്യ ഈസ് ലൈക്ക് എ ഫാമിലി രാഹുൽ. എവ്രി ഡിഷ് ഹാസ് എ സ്പെഷ്യൽ പ്ലേസ്. അവൻ്റെ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് അവനൊരു പുതിയ പച്ച വാഴയില നൽകി. രാഹുൽ, ഒരു സദ്യ ഒരു കുടുംബം പോലെയാണ്. ഓരോ വിഭവത്തിനും അതിൻ്റേതായ പ്രത്യേക സ്ഥാനമുണ്ട്. ഷീ ഷോഡ് ഹിം where the salt goes, the sweet പായസം, the tangy ഇഞ്ചിപ്പുളി ആൻഡ് the creamy അവിയൽ. ഉപ്പ്, മധുരമുള്ള പായസം, എരിവുള്ള ഇഞ്ചിപ്പുളി, കുഴഞ്ഞ പരുവത്തിലുള്ള അവിയൽ എന്നിവ എവിടെയാണ് വിളമ്പേണ്ടതെന്ന് അവൾ അവന് കാണിച്ചു കൊടുത്തു. ഷീ ഷോഡ് ഹിം. ഷോ എന്ന് പറഞ്ഞാൽ കാണിക്കുക എന്നാണ് അർത്ഥം. ഷോഡ് കാണിച്ചു അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തു. ഹിം അവന്. ഷീ ഷോഡ് ഹിം അവൾ അവന് കാണിച്ചു കൊടുത്തു. എന്താ കാണിച്ചു കൊടുത്തത്? വേർ ദ സോൾട്ട് ഗോസ്. വേർ എവിടെ. സോൾട്ട് എന്ന് പറഞ്ഞാൽ ഉപ്പ്. ഗോസ് എന്ന് പറയുന്നത് നമ്മൾ പോകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്.
പക്ഷേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വിളമ്പേണ്ട സ്ഥാനം അല്ലെങ്കിൽ വെക്കേണ്ട ഇടം എന്നുള്ള അർത്ഥത്തിലാണ്. വേർ ദ സോൾട്ട് ഗോസ്, ഉപ്പ് ഇലയുടെ ഏത് ഭാഗത്താണ് വെക്കേണ്ടത്. സദ്യ വിളമ്പുമ്പോൾ ഓരോ വിഭവത്തിനും കൃത്യമായ സ്ഥാനമുണ്ട്. ഉദാഹരണത്തിന് ഉപ്പ് ഇലയുടെ ഇടതുവശത്ത് താഴെയാണ് വയ്ക്കുക. ആ സ്ഥാനം എവിടെയാണെന്നാണ് ഇവിടെ ഗോസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ദ സ്വീറ്റ് പായസം. സ്വീറ്റ് എന്ന് പറഞ്ഞാൽ മധുരമുള്ള. ദ സ്വീറ്റ് പായസം, മധുരമുള്ള പായസം. ദ ടാങ്ങി ഇഞ്ചിപ്പുളി. ടാങ്ങി എന്ന് പറഞ്ഞാൽ പുളിയും എരിവും കലർന്ന രൂക്ഷമായ രുചി, അതായത് നാവിൽ വെള്ളമൂറുന്ന രുചി. ദ ടാങ്ങി ഇഞ്ചിപ്പുളി, പുളിയുള്ള അല്ലെങ്കിൽ എരിവുള്ള ഇഞ്ചിപ്പുളി. ഇതിന് പുളിയിഞ്ചി എന്നും പറയാറുണ്ട്. ആൻഡ് ക്രീമി അവിയൽ. ക്രീമി എന്ന് വെച്ചാൽ ക്രീം പോലെയുള്ള അല്ലെങ്കിൽ കുഴഞ്ഞ പരുവത്തിലുള്ള. അതിൻ്റെ ടെക്സ്ചർ പറയാൻ വേണ്ടിയിട്ടാണ് ക്രീമി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ആൻഡ് ദ ക്രീമി അവിയൽ, ക്രീം പോലെയുള്ള അല്ലെങ്കിൽ കുഴഞ്ഞ പരുവത്തിലുള്ള അവിയൽ. ഷീ ഷോഡ് ഹിം വേ ദ സോൾട്ട് ഗോസ്, ദ സ്വീറ്റ് പായസം, ദ ടാങ്ങി ഇഞ്ചിപ്പുളി ആൻഡ് ദ ക്രീമി അവിയൽ. ഉപ്പ്, മധുരമുള്ള പായസം, എരിവുള്ള ഇഞ്ചിപ്പുളി, കുഴഞ്ഞ പരുവത്തിലുള്ള അവിയൽ എന്നിവ എവിടെയാണ് വിളമ്പേണ്ടതെന്ന് അവൾ അവന് കാണിച്ചു കൊടുത്തു. വെൻ ദ ഗെസ്റ്റ്സ് അറൈവ്ഡ്, ദ റൂം ഫിൽഡ് വിത്ത് ദി അരോമ ഓഫ് കോക്കനട്ട് ഓയിൽ ആൻഡ് കറി ലീവ്സ്. ആസ് പീപ്പിൾ ഏറ്റ് വിത്ത് ദെയർ ഹാൻഡ്സ്, ലാഫിംഗ് ആൻഡ് ഷെയറിംഗ് സ്റ്റോറീസ്, രാഹുൽ സോ സംതിങ് അമേസിംഗ്. അതിഥികൾ എത്തിയപ്പോൾ ആ മുറിയിലാകെ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും സുഗന്ധം നിറഞ്ഞു. ആളുകൾ കൈകൾ കൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടും ചിരിച്ചും വിശേഷങ്ങൾ പങ്കുവെച്ചും ഇരുന്നപ്പോൾ രാഹുൽ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. വെൻ ദ ഗെസ്റ്റ്സ് അറൈവ്ഡ്. വെൻ അപ്പോൾ അല്ലെങ്കിൽ സമയത്ത്, ഒരു കാര്യം നടന്ന സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഗെസ്റ്റ്സ് അതിഥികൾ. അറൈവ് എന്ന് പറഞ്ഞാൽ എത്തുക അല്ലെങ്കിൽ വന്നു ചേരുക എന്നൊക്കെയാണ് അർത്ഥം. അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ എത്തി അല്ലെങ്കിൽ വന്നു ചേർന്നു. വെൻ ദ ഗെസ്റ്റ്സ് അറൈവ്ഡ്, അതിഥികൾ എത്തിയപ്പോൾ അല്ലെങ്കിൽ അതിഥികൾ വന്നപ്പോൾ. ദ റൂം ഫിൽഡ്. ഫിൽ എന്ന് പറഞ്ഞാൽ നിറയുക അല്ലെങ്കിൽ നിറയ്ക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഫിൽഡ് നിറഞ്ഞു. ദ റൂം ഫിൽഡ്, മുറി നിറഞ്ഞു. എന്താ നിറഞ്ഞത്? വിത്ത് ദി അരോമ ഓഫ് കോക്കനട്ട് ഓയിൽ ആൻഡ് കറി ലീവ്സ്. അരോമ സുഗന്ധം, പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ. എന്തിൻ്റെ സുഗന്ധമാണ്? ദി അരോമ ഓഫ് കോക്കനട്ട് ഓയിൽ ആൻഡ് കറി ലീവ്സ്. കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ, കറി ലീവ്സ് കറിവേപ്പില. ദി അരോമ ഓഫ് കോക്കനട്ട് ഓയിൽ ആൻഡ് കറി ലീവ്സ്, വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും സുഗന്ധം. ദ റൂം ഫിൽഡ് വിത്ത് ദി അരോമ ഓഫ് കോക്കനട്ട് ഓയിൽ ആൻഡ് കറി ലീവ്സ്. വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും സുഗന്ധം കൊണ്ട് മുറി നിറഞ്ഞു. വെൻ ദ ഗെസ്റ്റ്സ് അറൈവ്ഡ്, ദ റൂം ഫിൽഡ് വിത്ത് ദി അരോമ ഓഫ് കോക്കനട്ട് ഓയിൽ ആൻഡ് കറി ലീവ്സ്. അതിഥികൾ എത്തിയപ്പോൾ ആ മുറിയിലാകെ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും സുഗന്ധം നിറഞ്ഞു. ആസ് പീപ്പിൾ ഏറ്റ് വിത്ത് ദെയർ ഹാൻഡ്സ്, ലാഫിംഗ് ആൻഡ് ഷെയറിംഗ് സ്റ്റോറീസ്. ആസ് അപ്പോൾ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കെ, അതായത് ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി നടക്കുന്നു എന്ന് കാണിക്കാനാണ് ആസ് ഉപയോഗിക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആസ് പീപ്പിൾ ഏറ്റ് വിത്ത് ദെയർ ഹാൻഡ്സ്, ലാഫിംഗ് ആൻഡ് ഷെയറിംഗ് സ്റ്റോറീസ്. രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആസ് പീപ്പിൾ ഏറ്റ് വിത്ത് ദെയർ ഹാൻഡ്സ്, പീപ്പിൾ ആളുകൾ. ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കുക, അതിൻ്റെ പാസ്റ്റാണ് ഏറ്റ്, കഴിച്ചു. പീപ്പിൾ ഏറ്റ്, ആളുകൾ കഴിച്ചു. വിത്ത് ദെയർ ഹാൻഡ്സ്, ഹാൻഡ്സ് കൈകൾ. വിത്ത് ദെയർ ഹാൻഡ്സ്, അവരുടെ കൈകൾ കൊണ്ട്. പീപ്പിൾ ഏറ്റ് വിത്ത് ദെയർ ഹാൻഡ്സ്, ആളുകൾ അവരുടെ കൈകൾ കൊണ്ട് കഴിച്ചു. ലാഫിംഗ് ആൻഡ് ഷെയറിംഗ് സ്റ്റോറീസ്. ലാഫ് എന്ന് പറഞ്ഞാൽ ചിരിക്കുക, ലാഫിംഗ് ചിരിച്ചുകൊണ്ട്. ആൻഡ് ഷെയറിംഗ് സ്റ്റോറീസ്, ഷെയർ പങ്കുവയ്ക്കുക, സ്റ്റോറീസ് കഥകൾ. ഷെയറിംഗ് സ്റ്റോറീസ്, കഥകൾ പങ്കുവെച്ചുകൊണ്ട് അല്ലെങ്കിൽ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട്. ആസ് പീപ്പിൾ ഏറ്റ് വിത്ത് ദെയർ ഹാൻഡ്സ്, ലാഫിംഗ് ആൻഡ് ഷെയറിംഗ് സ്റ്റോറീസ്. ആളുകൾ ചിരിച്ചുകൊണ്ടും വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടും കൈകൾ കൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ. ആളുകൾ ഭക്ഷണം കഴിക്കുന്ന അതേ സമയത്ത് തന്നെ അവർ ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനെയാണ് ആസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. രാഹുൽ സോ സംതിങ് അമേസിങ്. സീ എന്ന് പറഞ്ഞാൽ കാണുക, അതിൻ്റെ പാസ്റ്റാണ് സോ, കണ്ടു. രാഹുൽ സോ, രാഹുൽ കണ്ടു. സംതിങ്, സംതിങ് എന്ന് വെച്ചാൽ എന്തോ ഒന്ന്, കൃത്യമായി ഇന്നതാണെന്ന് പറയാത്തൊരു കാര്യത്തെ അല്ലെങ്കിൽ വസ്തുവിനെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. അമേസിങ്, അമേസിങ് എന്ന് വെച്ചാൽ അത്ഭുതകരമായ അല്ലെങ്കിൽ വിസ്മയിപ്പിക്കുന്ന. രാഹുൽ സോ സംതിങ് അമേസിങ്. രാഹുൽ അത്ഭുതകരമായ എന്തോ ഒന്ന് കണ്ടു അല്ലെങ്കിൽ ഒരു കാര്യം കണ്ടു.
When the guests arrived, the room filled with the aroma of coconut oil and curry leaves. As people ate with their hands, laughing and sharing stories, Rahul saw something amazing. അതിഥികൾ എത്തിയപ്പോൾ ആ മുറിയിലാകെ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും സുഗന്ധം നിറഞ്ഞു. ആളുകൾ കൈകൾ കൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടും ചിരിച്ചും വിശേഷങ്ങൾ പങ്കുവെച്ചും ഇരുന്നപ്പോൾ രാഹുൽ അത്ഭുതകരമായൊരു കാഴ്ച കണ്ടു. The food didn't just fill their stomachs. It brought the whole village together. He realized that the true magic wasn't just in the taste, but in the love served on that simple green leaf. ഭക്ഷണം അവരുടെ വയറ് നിറയ്ക്കുക മാത്രമല്ല ചെയ്തത്, അത് ആ ഗ്രാമത്തെ മുഴുവൻ ഒന്നിപ്പിച്ചു. യഥാർത്ഥ മാന്ത്രികത രുചിയിൽ മാത്രമല്ല, ആ പച്ചിലയിൽ വിളമ്പിയ സ്നേഹത്തിലാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. The food didn't just fill their stomachs. The food, ആ ഭക്ഷണം, didn't just fill. Fill നമ്മൾ നേരത്തെ പറഞ്ഞു, നിറയുക അല്ലെങ്കിൽ നിറയ്ക്കുക. Didn't just fill, നിറയ്ക്കുക മാത്രമല്ല ചെയ്തത്. Their, അവരുടെ, stomachs, വയറുകൾ. The food didn't just fill their stomachs. ഭക്ഷണം അവരുടെ വയറ് നിറയ്ക്കുക മാത്രമല്ല ചെയ്തത്. It brought the whole village together. It, അത്, അതായത് ഇവിടെ ഭക്ഷണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. Brought, എത്തിച്ചു അല്ലെങ്കിൽ കൊണ്ടുവന്നു. The whole, മുഴുവൻ. Village, ഗ്രാമം. Together എന്ന് പറഞ്ഞാൽ ഒന്നായി അല്ലെങ്കിൽ ഒരുമിച്ച്. It brought the whole village together. It brought the whole village together. അത് ആ ഗ്രാമത്തെ മുഴുവൻ ഒന്നിപ്പിച്ചു. The food didn't just fill their stomachs. It brought the whole village together. ഭക്ഷണം അവരുടെ വയറ് നിറയ്ക്കുക മാത്രമല്ല ചെയ്തത്, അത് ആ ഗ്രാമത്തെ മുഴുവൻ ഒന്നിപ്പിച്ചു. He realized that the true magic wasn't just in the taste. He, അവൻ, realized, തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ മനസ്സിലാക്കി. He realized, അവൻ തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ അവൻ മനസ്സിലാക്കി. That, എന്ന് അല്ലെങ്കിൽ അതായത്. The true, യഥാർത്ഥമായ. മാജിക്, മാന്ത്രികത അല്ലെങ്കിൽ അത്ഭുതം. wasn't just, ആയിരുന്നില്ല അല്ലെങ്കിൽ മാത്രമായിരുന്നില്ല. in the taste, രുചിയിൽ. He realized that the true magic wasn't just in the taste. യഥാർത്ഥ മാന്ത്രികത രുചിയിൽ മാത്രമല്ലെന്ന് അവൻ മനസ്സിലാക്കി. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ബട്ട് ഇൻ ദ ലവ് സെർവ്ഡ് ഓൺ ദാറ്റ് സിമ്പിൾ ഗ്രീൻ ലീഫ്. ബട്ട്, എന്നാൽ അല്ലെങ്കിൽ പക്ഷേ. ഇൻ ദ ലവ്, സ്നേഹത്തിൽ. സെർവ്ഡ് എന്ന് പറഞ്ഞാൽ വിളമ്പിയ. ഓൺ ദാറ്റ്, അതിൽ. സിമ്പിൾ, ലളിതമായ. ഗ്രീൻ ലീഫ്, പച്ചില. ബട്ട് ഇൻ ദ ലവ് സെർവ്ഡ് ഓൺ ദാറ്റ് സിമ്പിൾ ഗ്രീൻ ലീഫ്. എന്നാൽ ആ പച്ചിലയിൽ വിളമ്പിയ സ്നേഹത്തിലാണെന്ന്. ഹി റിയലൈസ്ഡ് ദാറ്റ് ദ ട്രൂ മാജിക് വാസൻറ്റ് ജസ്റ്റ് ഇൻ ദ ടേസ്റ്റ്, ബട്ട് ഇൻ ദ ലവ് സെർവ്ഡ് ഓൺ ദാറ്റ് സിമ്പിൾ ഗ്രീൻ ലീഫ്. യഥാർത്ഥ മാന്ത്രികത രുചിയിൽ മാത്രമല്ല, ആ പച്ചിലയിൽ വിളമ്പിയ സ്നേഹത്തിലാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ദ ഫുഡ് ഡിഡ്ന്റ് ജസ്റ്റ് ഫിൽ ദെയർ സ്റ്റൊമക്സ്, ഇറ്റ് ബ്രോട്ട് ദ ഹോൾ വില്ലേജ് ടുഗെദർ. ഹി റിയലൈസ്ഡ് ദാറ്റ് ദ ട്രൂ മാജിക് വാസൻറ്റ് ജസ്റ്റ് ഇൻ ദ ടേസ്റ്റ്, ബട്ട് ഇൻ ദ ലവ് സെർവ്ഡ് ഓൺ ദാറ്റ് സിമ്പിൾ ഗ്രീൻ ലീഫ്. ഭക്ഷണം അവരുടെ വയറ് നിറയ്ക്കുക മാത്രമല്ല ചെയ്തത്, അത് ആ ഗ്രാമത്തെ മുഴുവൻ ഒന്നിപ്പിച്ചു. യഥാർത്ഥ മാന്ത്രികത രുചിയിൽ മാത്രമല്ല, ആ പച്ചിലയിൽ വിളമ്പിയ സ്നേഹത്തിലാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ സ്റ്റോറീസ് വേണം തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബായ്.